ആ വാക്കുകൾ കേട്ടാൽ അങ്ങനെ അതിനെ ആ തരത്തിൽ മാത്രമല്ല വ്യാഖ്യാനിക്കാൻ കഴിയുക. ഈ KSRTCയുടെ സൗജന്യം ഉപയോഗിച്ച് സ്ത്രീകൾ എല്ലാവരും ഇടിച്ചു കയറുന്നു, എന്തോ സൗജന്യം തന്നിട്ട് അവരെ അപമാനിക്കുന്ന തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. എവിടെയാണ് ശരി എന്നാണ് താങ്കൾ കരുതുന്നത്? മന്ത്രിയുടെ നമസ്കാരം സർ. നമസ്കാരം. മന്ത്രിയുടെ ഭാഗത്ത് അങ്ങനെ ഒരു വാക്കുണ്ടായിട്ടില്ലെങ്കിൽ അദ്ദേഹം തിരുത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഞാനവേ ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളൊന്നുമല്ല. നമ്മുടെ മുമ്പ് വിളിച്ച ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, MM മണിയും CP ജോണും സമമായിട്ടുള്ള വാചകങ്ങളാണ് ഉപയോഗിക്കുന്നത്. അത് എന്നിരുന്നാലും കേരള ജനതയ്ക്ക് അംഗീകരിക്കാനാവില്ല. MM മണിയുടെ സംസ്കാരം വേറെ, CP ജോണിന്റെ സംസ്കാരം വേറെ. പിന്നെ സൗജന്യങ്ങൾ കൊടുക്കുന്ന AAY എന്ന സംഭവം കേരളത്തിൽ വേണോ? അങ്ങനെ ഒരു സംഭവം വേണ്ടല്ലോ. കാരണം ദരിദ്രമില്ലല്ലോ ഇവിടെ. ദരിദ്രമില്ലാത്ത സ്റ്റേറ്റ് അല്ലേ കേരളം? ദരിദ്രമില്ലാത്ത സ്റ്റേറ്റ് അല്ല കേരളം. ദരിദ്രമില്ലാത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് ആര് പറഞ്ഞു? ശ്രീ ബാലകൃഷ്ണൻ. ദരിദ്രമില്ലാത്ത കേരളം എന്നല്ല മുഖ്യമന്ത്രിയല്ല പ്രഖ്യാപിച്ചത്. ഏത് മുഖ്യമന്ത്രി? താങ്കൾ കേട്ടില്ല? ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ ദരിദ്രമില്ലാത്ത സ്റ്റേറ്റാണ് കേരളം എന്ന് കേരളത്തിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ പറഞ്ഞായി. അത് ശരിയാണ്. താങ്കൾ കേട്ടിട്ടില്ലെങ്കിൽ എന്റെ അറിവ് തെറ്റായിരിക്കാം. പബ്ലിക്കും കേൾക്കുന്നുണ്ടല്ലോ. പബ്ലിക്കും കേൾക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പറഞ്ഞത് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം. അതിദാരിദ്ര്യവും അതിദരിദ്രരും ദരിദ്രരും രണ്ടാണ്. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കുക. അല്ല, ദരിദ്രരില്ലാത്ത സംസ്ഥാനമല്ല കേരളം. അതിദാരിദ്ര്യ മുക്തി നേടി എന്നർത്ഥം ദരിദ്രരില്ല എന്നല്ല. അതുകൊണ്ട് രണ്ടും ദരിദ്രരില്ല എന്ന് വ്യാഖ്യാനം ശരിയല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. സാർ ഞാൻ ചോദിക്കട്ടെ, ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ ആരാ? അതിദാരിദ്ര്യവും ദാരിദ്ര്യവും രണ്ടാണ് ശ്രീ ബാലകൃഷ്ണൻ. ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ ആരാണ് സാർ? ശ്രീ ബാലകൃഷ്ണൻ, അതിദാരിദ്ര്യം എങ്ങനെയാണ്? ഏതെല്ലാം മാനദണ്ഡങ്ങൾ? ഇതിനെല്ലാം കൃത്യമായ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര വരുമാനത്തിൽ, ഇത്ര ജീവിത സംവിധാനത്തിൽ, ഇത്തരത്തിലെല്ലാം കുറവുള്ള ആളുകൾ, ഒട്ടും വരുമാനമില്ലാത്ത അല്ലെങ്കിൽ ജീവിക്കാൻ പാർപ്പിടമില്ലാത്ത മറ്റ് സൗകര്യം, അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കാൻ കഴിയാത്ത അത്ര ദാരിദ്ര്യത്തിൽ കഴിയുന്ന ആളുകൾ, അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അതിദരിദ്രരില്ലാത്തത്. ബാക്കി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും അതിദരിദ്രർ, ലക്ഷക്കണക്കിന് അതിദരിദ്രരുണ്ട്. കേരളത്തിൽ പക്ഷേ അങ്ങനെ ഇല്ല. അത് ഇല്ലാതെയാക്കി അവരെ ആ പടിയിൽ നിന്ന് അതിന്റെ തൊട്ടടുത്ത പടിയിലേക്ക് എത്തിക്കാൻ സർക്കാരുകൾ കഴിഞ്ഞു. അതാണ് അതിന്റെ മെച്ചം. അല്ല, കേരളം നമ്പർ 1 ആണ്. ഞാൻ നമ്പർ 1 ഒക്കെ അവിടെ നിൽക്കട്ടെ, അതിദരിദ്രരില്ല എന്ന് പറയുന്നത് വലിയ നേട്ടം തന്നെയാണ്. അതിന് സംശയമൊന്നുമില്ല ബാലകൃഷ്ണൻ. അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും താങ്കൾ പ്രതിദാനം ചെയ്ത് രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിനും നേടാൻ കഴിഞ്ഞിട്ടുമില്ല. അല്ല, അതിൽ താങ്കൾ സന്തോഷിച്ചോളൂ, ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കത് സന്തോഷവും അഭിമാനമുണ്ട്. എന്റെ നാട് അതിദാരിദ്ര്യ മുക്തി നേടി എന്ന് പറഞ്ഞതിൽ എനിക്ക് അഭിമാനമുണ്ട്. അല്ല, ഞാൻ പറയുന്നത് പുറം സ്റ്റേറ്റിൽ ഇതുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടെയൊക്കെ ദാരിദ്ര്യമാണ്, അവിടെയൊക്കെ കഷ്ടപ്പാടാണ്, ജനം പ്രയാസം അനുഭവിക്കുകയാണ്. സാറിന്റെ ഇംഗിതത്തിനനുസരിച്ച് തന്നെ പറഞ്ഞു തരാം. പക്ഷെ കേരളം ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്താ സാർ? എനിക്ക് മനസ്സിലാവും. ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധ ദരിദ്രം നല്ല ശ്രീ ബാലകൃഷ്ണൻ. അതിദാരിദ്ര്യത്തിന്റെ പരിധിക്ക് കൃത്യമായ മാനദണ്ഡങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ശുദ്ധ ദരിദ്രം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണെന്ന്. ദരിദ്രരും ശുദ്ധ ദരിദ്രരും AY കാർഡ് കൊടുക്കുന്നത് ശുദ്ധ ദരിദ്രരുണ്ടാവും. അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇല്ലാന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. ആ വിഷയമല്ല നമ്മളിത് ഇടതുപക്ഷക്കാരൻ വന്നിട്ട് ഈ പൊങ്ങച്ചടിച്ചിട്ടൊന്നും പോകണ്ട. 2 ദിവസമായി VD സതീശൻ നെഞ്ഞത്ത് വാങ്ങി കയറുന്നവർ. ഓക്കി ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ മുഖ്യമന്ത്രി പിന്നെ പോയപ്പോ എന്താ ഉണ്ടായത് ഈ കേരളത്തിലെ നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം സാർ. അപ്പൊ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ചക്രത്തി പോരാട്ടം നടത്തിയിട്ട് ഇവർ 2 കൂട്ടരും കേരള ജനതയ്ക്ക് ആപത്താണ്. കാരണം ഇവർക്ക് രാഷ്ട്രീയമാണ് മുഖ്യം. ഇവർക്കൊരു വിഷയം വന്നാൽ അത് ചർച്ച ചെയ്യാനല്ല സമയം. പിന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ഇപ്പം പ്രഖ്യാപിച്ച സൗജന്യങ്ങളൊക്കെ അവരെ നടത്തിക്കൊണ്ടുപോകുന്നത് നോക്കട്ടെ, കാത്തിരുന്ന് കാണൂ, വെയിറ്റ് ആൻഡ് സീ. ഇവർക്ക് എന്തെങ്കിലും ധൃതി? ഇവരോട് ആരോടെങ്കിലും ബസ്സിന് പൈസയില്ല, ബസ്സിന് ശമ്പളം കൊടുക്കാൻ പൈസയില്ല, ഇടതുപക്ഷക്കാർ പിരിവെടുത്ത് തരണം എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പൊ ഭരിക്കുന്ന സർക്കാർ കൈകാര്യം ചെയ്യുമെന്ന് ഇവരെ ഇത് പൊങ്ങച്ചക്കളിക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ചാൽ ഇടതുപക്ഷക്കാർ വന്ന് പൊങ്ങച്ചം വേണ്ട, പബ്ലിക്കിന് പ്രതികരിക്കുക. ഇടതുപക്ഷം എന്ന് പറഞ്ഞ് അങ്ങനെ ഇതാക്കണ്ട. ഇടതുപക്ഷത്തിന് ഒരർഹതയില്ല ഇത് പറയാൻ. അവർ ഭരിച്ചപ്പോ ഇതിലും വളരെ മോശമായിരുന്നു. ഓക്കി ദുരന്തമുള്ളപ്പോ അപ്പൊ പോയില്ല, പിന്നെ പോയപ്പോ അവിടെ എന്താ സംഭവിച്ചത് കേരളത്തിൽ ഞങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഇതുകൊണ്ട് കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊക്കെയും കേരള സർക്കാർ സ്വീകരിച്ച നിലപാട്, പോസിറ്റീവായി സ്വീകരിച്ച നിലപാടുകൾക്ക് കേരളം അംഗീകാരം നൽകിയിട്ടുമുണ്ട്. അല്ല, അത് അംഗീകരിക്കണം. പിന്നെ ഞങ്ങൾ ചെയ്തു, ഞങ്ങൾ അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഭരിച്ചിട്ട് ഇങ്ങനെയല്ല. കൂടെ വൈകുന്നേരം വന്ന് തള്ളാൻ ഒരാളുണ്ടായിരുന്നു, കെട്ടിപ്പിടിക്കാൻ ഒരാളുണ്ടായിരുന്നു. അതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഈ മുഖ്യമന്ത്രി എന്താ ചെയ്യുന്നത് നോക്കിക്കാണുക. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലാണ്. അല്ലാതെ ആംഗ്യം കാണിച്ച് മുമ്പിൽ ജനത്തിന് വൈകുന്നേരം ചാനലിന് മുമ്പിൽ വന്ന് ആംഗ്യം കാണിച്ചിട്ട് കാര്യമില്ല. കൊടുത്തോ ചൂരൽമലയിൽ ആനുകൂല്യോ കഴിഞ്ഞ സർക്കാർ?
750 കോടി പബ്ലിക് കൊടുത്തിട്ടുണ്ടല്ലോ, കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞിട്ട് മതി ഈ മുഖ്യമന്ത്രി എങ്ങനെ ഈ ഭരണം കൊണ്ടുപോകുന്നത്, അദ്ദേഹത്തിന് നിയന്ത്രണം എങ്ങനെ, അദ്ദേഹം എങ്ങനെ ഏകോപിക്കുന്നു എന്ന് നോക്കൂ. അല്ലാതെ അദ്ദേഹം പൊങ്ങച്ചം പറയുന്നു വേണ്ട. അദ്ദേഹത്തിന് അങ്ങനെ കുറ്റപ്പെടുത്താനൊന്നും ആയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇപ്പം തന്നെ 80 ലക്ഷം ഒരു മാസത്തിൽ ലാഭം, ഒരു വർഷം ലാഭം വരുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം വിഡ്രോ ചെയ്യുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ജനത കയ്യടി കിട്ടും. കേരള ജനത അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണൻ. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, യഥാർത്ഥത്തിൽ CP ജോൺ പറയുന്നു താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, താൻ വിശാലമായൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ വിശാലമായൊരു യാഥാർത്ഥ്യമാണ് പറഞ്ഞതെന്ന് പറയുന്നു. പക്ഷേ ആ വാക്കുകൾ അങ്ങനെയല്ല, വാക്കുകൾ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് തന്നെയായിരുന്നു, അതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിച്ചത് കേരളത്തിലെ കുടുംബിനികളുടെ കയ്യിൽ പണമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ കുടുംബിനികൾക്ക് ഈ പ്രിയദർശിനി ബസ്സിൽ ഇടിച്ച് തള്ളിക്കയറേണ്ടി വരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. താങ്കൾക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളത്? നമസ്കാരം. പിന്നെ അദ്ദേഹം പറഞ്ഞത് തള്ളിക്കയറുക എന്ന് പറഞ്ഞു, പിന്നെ 2 ഉദാഹരണങ്ങളും പറഞ്ഞു, പിന്നെ വിദ്യാഭ്യാസം ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ അവര് വലിയ എലി കടി കുടുങ്ങിയ മാതിരിയാണ് കുടുങ്ങിയിട്ടുള്ളത്. അന്ന് 4 വോട്ടിനും വേണ്ടിയിട്ട് പിന്നെ സ്ത്രീകൾക്ക് സൗജന്യയാത്ര എന്ന് പറഞ്ഞ് കുടുങ്ങി. അത് കൊടുക്കേണ്ട സന്ദർഭം വന്ന് കൊന്നു. ഓഫീസേഴ്സ് തൊട്ടിട്ടുള്ള എല്ലാ സ്ത്രീകളും കോഴിക്കോട് തൊട്ട് മഞ്ചേരി വരെ, മഞ്ചേരി തൊട്ട് കോഴിക്കോട് വരെ പ്രിയദർശിനി വരുന്നതും കാത്ത് നിൽക്കുക. പ്രിയദർശിനിക്ക് കാത്ത് കുറെ ആദായം കിട്ടും. കാരണം അവർക്ക് ഉദ്യോഗസ്ഥർക്ക് അല്ലാത്തവർക്ക് എല്ലാവർക്കും കിട്ടും. സാധാരണക്കാർ വല്ല പെണ്ണുങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് കയറിയൊക്കെ അങ്ങനെയും പോകും. അവർക്ക് അത്യാവശ്യം വിളവൊക്കെ ഉള്ളതുകൊണ്ട് അവരും കയറി പോകും. ഇപ്പോൾ ഒരു കുടുങ്ങിയിരിക്കണ്. ഇങ്ങനെ ഒരു ലക്ഷണങ്ങളിലാകാൻ ബാക്കിയില്ല. കാരണം എന്ന് വെച്ചാൽ പറഞ്ഞും ചെയ്തു, പിന്നെ ഇത് ഇങ്ങനെ ആയും ചെയ്തു, വലിയ നഷ്ടമാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് തള്ളിക്കയറുക എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിലൊരു വാക്ക് ഒരു അശ്ലീലോ പോലൊക്കെ തോന്നുന്നല്ല. കാരണം മൊത്തത്തിൽ നമ്മൾ എല്ലാവരും ഒക്കെ പറഞ്ഞു പോകുന്നതാണ്. ഞാൻ തള്ളിക്കയറിയപ്പോഴാണ് കയറിയത് എന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നത്. അതൊരു തെറ്റല്ല. എങ്കിലും കൂടിയിട്ട് അദ്ദേഹം അതിപ്പോ കൊടുത്ത് കുടുങ്ങിയാണ്. അതിപ്പോ എങ്ങനെയും നിർത്തി കിട്ടണം എന്നുള്ള നിലക്ക് നടക്കുകയാണ്. അതാണിപ്പോ സാറിന് അതിലെന്താ പറയാനുള്ളത്? ഓരോ എങ്ങനെയും ഇപ്പൊ അടുത്ത് നിർത്തും എന്നുള്ളതാണ് തോന്നുന്നത്. ശരി, ഓക്കെ. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, മന്ത്രി പറയുന്നത് താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അദ്ദേഹം മറ്റൊരു വിഷയമാണ് പറഞ്ഞത് എന്ന് പറയുന്നു. പക്ഷേ വാക്കുകൾ ആ തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതായിരുന്നു. മന്ത്രിയാവുമ്പോൾ വാക്കുകൾ പറയുമ്പോൾ ആ ഒരു ജാഗ്രത പുലർത്തേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മന്ത്രി CP ജോണിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം സംസാരിച്ചപ്പോൾ ചെറിയൊരു അബദ്ധം സംഭവിച്ചു. അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് തിരുത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ആദ്യം അദ്ദേഹം തിരുത്തിയില്ല. ആദ്യം അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നീടാണ് അദ്ദേഹത്തിന് ബോധ്യപ്പെടലും തിരുത്തലും ഒക്കെ ഉണ്ടായത്. എന്നാലും തിരുത്തിയല്ല, അതിൽ നമുക്ക് ആശ്വസിക്കാം. എന്നാലും തിരുത്തി ആശ്വസിക്കാം. പക്ഷേ CP ജോണിനെ പോലെ ഒരാളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റു രാഷ്ട്രീയക്കാരെ പോലെ അല്ല. കുറച്ചുകൂടി വ്യത്യസ്തനായി കാണുന്ന ഒരാളാണല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാക്ക് പിഴവുണ്ടായെങ്കിൽ ആദ്യം തന്നെ എന്റെ കയ്യിൽ നിന്ന് പറ്റിയ പിഴവാണ് എന്ന് തന്നെ പറയേണ്ടിയിരുന്ന ഒരാളാണ് CP ജോൺ. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് CP ജോൺ അങ്ങനെ ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല. പക്ഷേ അന്നത്തെ സാഹചര്യം അനുസരിച്ച് പറഞ്ഞതായിരിക്കാം. മറ്റൊന്ന്, KSRTയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടത്തിലേക്കാണ് പോകുന്നത്. കൂടാതെ പ്രൈവറ്റ് മേഖലയിലുള്ള ബസ് ഉടമകളും വളരെ പ്രതിസന്ധിയിലാണ് ഉള്ളത്. കാരണം അവർക്ക് യാത്രക്കാരെ കിട്ടുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാവരും ഈ പ്രിയദർശിനിയിൽ കയറുമ്പോൾ പ്രൈവറ്റ് മേഖലയിലുള്ള ബസ്സുകാരെ പ്രയാസത്തിലാണെന്ന് മുമ്പ് നമ്മൾ TV ന്യൂസിലൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് ആ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.